وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിന്റെ പരിപൂർണതയിൽ അതവസാനിച്ചപ്പോൾ ചൊവ്വാൽ 1 ചെറിയ പെരുന്നാൾ നമസ്കാരത്തിലാണ് നിർവഹിച്ച് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഏറെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഒരേ ദിവസം തന്നെ, അതിന്റെ യഥാർത്ഥ ദിവസത്തിൽ തന്നെ ഈദ് നമസ്കാരം നിർവഹിക്കുവാൻ സാധിച്ചു എന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് ഓർമ്മപ്പെടുത്തി തരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ചുറ്റുപാടില് നമ്മുടെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന വളരെ പ്രയാസകരമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ലോകത്തിന്റെ, നമ്മുടെ ഈ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നുമില്ലാത്ത തരത്തിൽ മുസ്ലിങ്ങളുടെ 3ാമത്തെ ഹറമും മുസ്ലിങ്ങളുടെ 1ാമത്തെ ഖിബ്ലയുമായിരുന്ന ബൈത്തുൽ മുഖദ്ദിസ് അതിനെ പരിപൂർണമായി അടച്ചുപൂട്ടി ഈ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ പോലും വിശ്വാസികൾക്ക് ആ മസ്ജിദിൽ കയറി പ്രാർത്ഥനകൾ നിർവഹിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ സൗകര്യം ചെയ്തു കൊടുക്കാതെ ക്രൂരന്മാരായ ഇസ്രായേലി ഭരണാധികാരികളുടെ പട്ടാളം അതിന്റെ പ്രദേശങ്ങളിൽ നിന്ന് ആ മുസ്ലിം ജനതയെ അട്ടി ഓടിക്കുകയാണ് ചെയ്തത്. അവർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിൽ അതിനെ അടച്ചുപൂട്ടിയിടുകയാണ് ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിൽ, സൗദിയിലും ഖത്തറിലും അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളിലുമൊക്കെയും പെരുന്നാൾ നമസ്കാരം വളരെ ആവേശത്തോടുകൂടി ഈദ്ഗാഹിൽ നിർവഹിച്ചിരുന്നവർ ഭയപ്പാടിന്റെ പേരിൽ ഈദ്ഗാഹുകൾ മാറ്റി മസ്ജിദുകളിലേക്ക് നമസ്കാരത്തെ മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ സംഭവമായിട്ട് കാണേണ്ടതില്ല. ഈദ്ഗാഹിലേക്ക് പോകുക എന്ന് പറയുന്നത് അതൊരു സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കൂടി ഭാഗമാണ്. അതിനെയാണ്, ആ സമാധാനവും ആ സ്വാതന്ത്ര്യവുമാണ് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തു കാരണങ്ങൾ കൊണ്ടാണ്? എന്താണ് അതിന്റെ സാഹചര്യങ്ങൾ? അറേബ്യൻ ജനത, ആ ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള നിഅമത്ത് കുറച്ചൊന്നുമല്ല. അവരുടെ രാജ്യത്തിന്റെ ആ ഭൂമിയുടെ താഴെ തന്നെ ആ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ആവശ്യത്തിനുള്ള ഉപജീവന മാർഗത്തെ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ ആവശ്യം കഴിഞ്ഞാലും എത്രയോ തലമുറക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു അനുഗ്രഹമാണ് ആ രാജ്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളൊക്കെയും ജീവിതത്തിൽ യഥാവിധം ഉപയോഗപ്പെടുത്തിയിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആ ജനതയോ ജനതയുടെ ഭരണാധികാരികളോ ബഹുദൂരം പിന്നോട്ട് പോയിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. അവരുടെ സുകുലോലുപത അവരെ ദീനിൽ നിന്ന് ഒരുപാട് അകറ്റി നിർത്തിയിട്ടുണ്ട്. ആർജവത്തോടു കൂടിയിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ശബ്ദമാവേണ്ടുന്ന പല ഭരണാധികാരികളും പേടിത്തൊണ്ടന്മാരായിട്ട് ആ ക്രൂരന്മാരായിട്ടുള്ള ഇസ്രായേലിന്റെയും ആ സൈനിറ്റ് ഫാസിസ്റ്റുകളായ അമേരിക്കൻ മിലിറ്ററിയുടെയും അവരുടെ തോക്കുകൾക്ക് മുമ്പിൽ നിശബ്ദരായിട്ടുണ്ട് എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്, സത്യമാണത്. അതിന്റെ കാരണം അറേബ്യൻ രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഈമാനിൽ ഒരുപാട് പിറകോട്ട് അവർ പോയിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇത് അവരെ കേവലം ഒന്ന് കുറ്റപ്പെടുത്തുവാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിചാരണ ചെയ്യുവാനുള്ള സാഹചര്യം കൂടിയാണ്. നമ്മൾ അവരെ കുറ്റം പറയുമ്പോൾ നമ്മുടെ ഈമാനികമായ ആവേശത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം
അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടുന്ന സമയം കൂടിയാണിത്. ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് തവണയായിട്ട് ഉണർത്തിയിട്ടുള്ള ഒരു പ്രയോഗമാണ് വയഅതി ബിആഖരീൻ. നിങ്ങള് നേർക്കുനേരെയല്ല എങ്കിൽ നിങ്ങളെ മാറ്റി മറ്റൊരു ജനതയെ അള്ളാഹു കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന ജനതയെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർ അള്ളാഹുവിൽ ഏറ്റവും ഇഷ്ടമുള്ളവരായിരിക്കും, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നവരായിരിക്കും, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. അള്ളാഹുവിനോടുള്ള തൃപ്തി എപ്പോ നമുക്ക് നഷ്ടപ്പെടുന്നോ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മളെ മാറ്റി മറ്റൊരു ജനതയെ അള്ളാഹു കൊണ്ടുവരും. ആ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന് വളരെ നിസ്സാരമാണ്. വളരെ ചെറിയ സമയം കൊണ്ട് അള്ളാഹു അത് നടപ്പിലാക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പിന്മാറിപ്പോകുവാനാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തിന്റെ നിങ്ങളുടെ സുഖലോലുപതയിലേക്ക് നിങ്ങൾ ഉൾവലിയാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു മറ്റൊരു വിഭാഗത്തെ ഇവിടെ കൊണ്ടുവരും. അവർ ഏറ്റവും ആർജവമുള്ളവരായിരിക്കും. വിശ്വാസികളോട് അവർക്ക് പ്രതിബദ്ധതയുണ്ടായിരിക്കും, ഈമാനികമായ ആദർശം അവർക്കുണ്ടായിരിക്കും. കുഫാറുകളോട് ശക്തമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിക്കും. എത്ര കാര്യങ്ങളാണ് പറയുന്നറിയോ ഖുർആനിലെ കാര്യങ്ങള്? വളരെ വ്യക്തമായിട്ട് ആയത്തുകൾ മുഴുവനും തഫ്സീർ ചെയ്ത എല്ലാ മുഫസ്സിറുകളും വളരെ കൃത്യമായി കൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ പറഞ്ഞു. നിങ്ങളൊന്ന് പിന്തിരിയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെക്കാൾ ക്ഷമന്മാരായ, നിങ്ങളെക്കാൾ മിടുക്കന്മാരായ, നിങ്ങളെക്കാൾ ആദർശബോധമുള്ള, നിങ്ങളെക്കാൾ ഈമാനിക ആവേശമുള്ള ഒരു ജനത അല്ലാഹു പകരം കൊണ്ടുവരും. അവരുടെ ഒരു ക്വാളിറ്റി അള്ളാഹു വീണ്ടും എടുത്തു പറയുന്നത് അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്നതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു ആഖിറൂൻ, നമ്മൾ അവസാനക്കാരാണ്, പക്ഷേ നാളെ മഹ്ശറയിൽ നമ്മളാണ് ഏറ്റവും മുമ്പന്തിയിൽ ഉണ്ടാവുക. എത്ര കാര്യങ്ങളാ പറഞ്ഞെന്നറിയോ? വളരെ ചെറിയ സമയമാണ് ഭൂമി ലോകത്ത് ജീവിക്കുവാൻ ആയുസ് നൽകിയിട്ടുള്ളത്, പക്ഷേ അതിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ അല്ലാഹു ഒരുക്കി തന്നു. ഇതൊക്കെയും നമ്മൾ വിശദമായി പഠിപ്പിക്കുകയാണ്. ഈ സാഹചര്യങ്ങളെ, ഈ അനുഗ്രഹങ്ങളെ നമ്മൾ നേരാവണ്ണം അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണം അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതായിരിക്കുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തഅദ്ദന റബ്ബുക്കും, അല്ലാഹു ഇതാ നിങ്ങളോട് വിളംബരം ചെയ്യുന്നു, ലഇൻ ശകർതും, നിങ്ങളെങ്ങാനും അല്ലാഹുവിനോട് നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾ അല്ലാഹുവിനോട് നിഷേധമാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, അല്ലാഹുവിന്റെ പിടുത്തം അത് കടുപ്പമുള്ളതായിരിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാടുകളിൽ പോലും നമുക്ക് അത്യാവശ്യം ഭക്ഷണം കിട്ടേണ്ടുന്ന ആളുകൾ പൊറാട്ടക്കും ചപ്പാത്തിക്കും ഒക്കെ ഹോട്ടലുകളുടെ മുമ്പിൽ പോയി നിൽക്കുന്ന ആളുകളുടെ വരികളുടെ എണ്ണം കൂടാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഒരുപാട് ഹോട്ടലുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. കേരളത്തിൽ പോലും ഗ്യാസ് അതിന്റെ കാരണം കൊണ്ട് ഒരുപാട് ഭക്ഷണശാലകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. കർണാടകയിലും അതുപോലെ തന്നെ മറ്റു ഉത്തരേന്ത്യൻ രാജ്യങ്ങളിലുമൊക്കെ ധാരാളം ഭക്ഷണശാലകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. അവർക്കറിയില്ല എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നത്. എത്രത്തോളം ഭയാനകരമാണ് ആ ഒരു സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രതിസന്ധി നടക്കുന്നത് പശ്ചിമേഷ്യയിലാണെങ്കിലും അതിന്റെ അലയൊലികൾ ലോകത്തു മുഴുവനും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള മരുന്നുകളും ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളും പലപ്പോഴും പല രാഷ്ട്രങ്ങളിലും അവർ പറയുന്നതിന്റെ അളവ്, കാലയളവ് വളരെ ചെറുതാണ്. ഖത്തർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നത് 4 മാസത്തേക്കുള്ള കുടിവെള്ളം ഞങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എന്നാണ്. എന്തിനാ അത് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത്? മനുഷ്യർക്ക് കുടിക്കേണ്ടുന്ന കുടിവെള്ളം പോലും 4 മാസത്തേക്ക് സ്റ്റോക്ക് ഉള്ളൂ, ഇനി അതിന് കൂടുതൽ കാണേണ്ടി വരും എന്ന ഒരു സൂചനയാണത്. കുടിവെള്ളം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇങ്ങനെയാണ് എങ്കിൽ അത് എവിടെ ചെന്നാണ് അവസാനിക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിനോട് കൂടുതൽ വിനയവും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും തന്നെയാണ്. പരിശുദ്ധ റമദാനിൽ നമ്മൾ അത് പരിശീലിച്ചെടുത്തു. കൂടുതൽ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചു.
ഓരോ വഖത്തിലും നമ്മുടെ നോമ്പിനെ സ്വീകരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞു, നമ്മുടെ ദാനധർമ്മങ്ങളെ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് പറഞ്ഞു, നമ്മുടെ ദിക്റുകളും ദുആകളും നമ്മൾ വർദ്ധിപ്പിച്ചു, നമ്മുടെ ജീവിതത്തിന്റെ ചിട്ട തന്നെ മാറ്റി. നമ്മുടെ കാഴ്ച, നമ്മുടെ കണ്ണ് എന്തൊക്കെ കാണണം, കണ്ണിന് കാണുക എന്നതാണ് കണ്ണിന്റെ ധർമ്മമെങ്കിലും എന്തൊക്കെ കാണണമെന്ന് സ്വയം നിശ്ചയിക്കാൻ തീരുമാനിക്കാൻ കണ്ണിന് അവകാശമില്ല. അവിടെ അവകാശം കൊടുക്കുന്നത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ മനസ്സാണ്. എന്തെങ്കിലും കാണുമ്പോൾ അത് നമുക്ക് പറ്റിയതല്ല, അങ്ങോട്ട് നോക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്. അതിനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യരുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ മനുഷ്യൻ മുഴുവനും നന്നായി, അതെങ്ങാനും വെടക്കായാൽ മനുഷ്യൻ മുഴുവനും വെടക്കായി. അറിയണം, അതാണ് വഹിയ ഖൽബ്, അതാണ് ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയം, അതിൽ ഈമാനികമായ ആവേശവും അതിന്റെ ആദർശ ആ സംശുദ്ധിയും നിലനിൽക്കുന്നുവെങ്കിൽ നമ്മുടെ കാതുകൾക്ക് കേൾക്കുക എന്നതാണ് അല്ലാഹു നൽകിയ ധർമ്മമെങ്കിൽ എന്തു കേൾക്കണമെന്ന് സ്വയം തീരുമാനിക്കാൻ കാതിന് അവകാശമില്ല. നമ്മുടെ നാവിന് സംസാരിക്കുക എന്നതാണ് അല്ലാഹു നൽകിയ ധർമ്മമെങ്കിൽ എന്തൊക്കെ സംസാരിക്കണമെന്ന് തീരുമാനിക്കാൻ നാവിന് സ്വന്തം അവകാശമില്ല. ഇതൊക്കെയും തീരുമാനിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ എന്തു പറയണം, എന്തു പറയാൻ പാടില്ല, ഞാൻ എന്തു കാണണം, എന്തു കാണാൻ പാടില്ല, ഞാൻ എന്തു കേൾക്കണം, എന്ത് കേൾക്കാൻ പാടില്ല. നമ്മുടെ രണ്ടു കാലുകൾക്ക് നടക്കണം, മുന്നോട്ടുള്ള നടത്തം, അതാണ് അള്ളാഹു നമുക്ക് അതിന് നൽകിയ ധർമ്മമെങ്കിൽ എവിടേക്ക് ചലിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. മുന്നോട്ട് നടക്കുന്ന നമുക്ക് ഒന്ന് പിന്നോട്ട് തന്നെ തിരിഞ്ഞു നിൽക്കണമോ എന്ന് തീരുമാനിക്കാൻ കാലിന് സ്വന്തമായിട്ട് അവകാശമില്ല. അത് തീരുമാനിക്കേണ്ടത് നമ്മുടെ ചിന്തയാണ്, നമ്മുടെ സ്വാധീനമാണ്. ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന തീരുമാനമാണ് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും. നമ്മുടെ ലൈംഗിക അവയവങ്ങൾ, അതിന് സ്വന്തമായിട്ടൊരു തീരുമാനമില്ല. അതിനെ തീരുമാനിക്കേണ്ടത് ഹലാലായ മാർഗത്തിലെ അത് ഞാൻ ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്റെ സഹോദരിമാരോട് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, പലപ്പോഴും നമ്മുടെയൊക്കെ അങ്ങാടികളിലൂടെ നടന്നു പോകുന്ന മുസ്ലിം സഹോദരിമാർ മുസ്ലിം ആണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന തരത്തിലാണ് വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ത്രീകളുടെയും കഴുത്തിൽ ഒരു ഷാൾ ഉണ്ടാവും, അത് മുസ്ലിം എന്നല്ല, ഗൈറു മുസ്ലിങ്ങളും ഒരു ഷാള് കഴുത്തിലിടുന്നുണ്ട്. അതുപോലെയാണ് പലപ്പോഴും മുസ്ലിം സഹോദരിമാർ. ഇത് മുസ്ലിം ആണെന്ന് തിരിച്ചറിയപ്പെടാന്നറിയോ, ഒരു പുരോഹിതന്റെ വേഷത്തിൽ ഒരാളെ കാണുമ്പോൾ, ഒരു പുരോഹിതന്റെ വേഷത്തിൽ ഒരു തൊപ്പിയോ തലപ്പാവോ ഉള്ള ഒരു പുരോഹിതനെ കണ്ടാൽ അപ്പോഴാണ് ഒരു മുസ്ലിമോ ഗൈറു മുസ്ലിമോ തിരിച്ചറിയുന്നത്. അതൊന്ന് എടുത്തിട്ടൊന്ന് തലമയ്ക്കും കണ്ടിടും, അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് മുസ്ലിമാണ് എന്ന്. അങ്ങനെ മനസ്സിലാകുന്ന ഒരു മുസ്ലിം ഇസ്ലാമിലില്ല. നമ്മുടെ ശിരോവസ്ത്രം എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചു തന്നിട്ടുണ്ട്, മുഹമ്മദ് റസൂൽ അത് കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഉത്തമരായിട്ടുള്ള ആ പൂർവികരായിട്ടുള്ള സ്വഹാബ വനിതകൾ എങ്ങനെയായിരുന്നു ധരിച്ചത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം സഹോദരിമാർക്ക് അവർക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഹിജാബ് വളരെ കൃത്യമായിരിക്കണം, അകൃത്യതയുള്ളതോടുകൂടി സ്വീകരിക്കണം. എങ്കിലാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക. അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അത് നമുക്ക് വലിയ ദുരന്തമായിരിക്കും. ഈ ലോകത്ത് മാത്രമല്ല, നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ വിചാരണക്ക് തീർച്ചയായിട്ടും നിൽക്കേണ്ടി വരിക. അവിടെ നിൽക്കുമ്പോ അള്ളാഹുവേ, ദുനിയാവിൽ ഞാൻ നീ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ചല്ലല്ലോ ജീവിച്ചത് എന്ന് പറയുന്ന, വിതുമ്പുന്ന, പൊട്ടിക്കരയുന്ന, അവിടെ നിന്ന് അങ്ങനെ വിളിച്ചു പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. നമുക്ക് ഭയപ്പാടുണ്ടാവേണ്ട. അള്ളാഹുവേ, ദുനിയാവിൽ നിന്നനുസരിച്ചാണല്ലോ ജീവിച്ചത് എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആത്മസംതൃപ്തിയോടുകൂടി ആ മഹ്ശറാവൻ സഭയില് നമുക്ക് നിൽക്കേണ്ടി വരുമെന്ന ഒരു ചിന്ത അത് തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നോമ്പുകള്, ആ നോമ്പുകൾ അല്ലാഹുവേ നീ സ്വീകരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബാക്കളും 6 മാസക്കാലമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. 6 മാസക്കാലം. പിന്നീടുള്ള 6 മാസമോ? പിന്നീടുള്ള 6 മാസം അല്ലാഹുവേ അടുത്ത റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെ പ്രാർത്ഥനകളായിരുന്നു. അതുകൊണ്ട് തന്നെ റമളാൻ കഴിഞ്ഞാൽ നമ്മുടെ റമളാനിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ആ ഒരു ശ്രദ്ധയും ആ ഒരു കാവലും അത് നമുക്ക് വല്ലാത്തൊരു പ്രൊട്ടക്ഷനാണ് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത ഒരു പരിശീലനമാണ്. ആ പരിശീലനം നമുക്ക് നഷ്ടമാവരുത്. പെരുന്നാളിന്റെ ദിവസത്തിൽ നമുക്ക് ആഘോഷിക്കാൻ അത് ദീന് നമുക്ക് അനുവദിച്ചു തന്നതാണ് 2 ആഘോഷങ്ങള്. അതൊന്ന് ഈദുൽ ഫിത്റാണ്, ഒന്ന് നമുക്കറിയാം അത് ഈദുൽ അദ്ഹയാണ്. ഇത് രണ്ടും നമുക്ക് ദീനിൽ ആഘോഷമായിട്ട് തന്നതാണ്. എന്താണ് ആഘോഷം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വലിയ ശബ്ദമുള്ള
പടക്കങ്ങൾ നിങ്ങൾ മേടിച്ചു പൊട്ടിക്കരുത്. എന്താണെന്നറിയോ? നമ്മുടെ സഹോദരങ്ങൾ ആ പശ്ചിമേഷ്യയുടെ ഭാഗങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ആ ശബ്ദത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് ഭയപ്പാടാണ്. അവർ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. അവർക്ക് ഈദ്ഗാഹ് പോലും ഈ സമയത്ത് അനുവദിക്കാതിരുന്നത് ഏതു സമയവും എവിടെയും ആ വലിയ ശബ്ദത്തോടുകൂടി ഒരുപാട് ആളുകളെ കൊന്നൊടുക്കാൻ പറ്റുന്ന ആ ഭീകരമായ ശബ്ദം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് തുറസായ സ്ഥലങ്ങളിൽ ആളുകൾ സംഘടിക്കുന്നതിനെ ഓരോ രാജ്യവും താൽക്കാലികമായിട്ട് വിലക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ശബ്ദത്തിൽ പൊട്ടിക്കുന്ന അങ്ങനത്തെ ഒരു ആഘോഷം നമുക്ക് വേണ്ട. ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഈ നമ്മൾ ചുള്ളിപ്പടക്കം എന്നൊക്കെ പറയും, വേണമെങ്കിൽ അതും ഒരു സുന്നത്ത് പോലും അല്ലട്ടോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. എന്നാലും ചെറിയ കുട്ടികളല്ലേ, അവരെ പരമാവധി പിടിച്ചു വലിച്ച് അങ്ങനെ നിർത്തേണ്ടതില്ല. അതുകൊണ്ട് ഒരു പരിമിതിയും ആ വിഷയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മളത് മനസ്സിലാക്കണത്. നമ്മുടെ കാശ് കൊടുത്ത് ഒരു ചെറിയൊരു സമയത്ത് ഒരു ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കാശ് അതിന് വിനിയോഗിക്കുക എന്ന് പറയുന്നത് അത്ര ഗുണകരമായ ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കാണുന്ന ഒരു അരോചകമായ ഒന്നുണ്ട്, ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുക. പ്രത്യേകിച്ച് വിവാഹവേദികളിലാണത് കാണുന്നത്. അവിടെ പുരുഷന്മാരും അന്യപുരുഷന്മാരും കുടുംബാംഗങ്ങളും നമ്മൾ ക്ഷണിച്ചവരുമൊക്കെ ഇരിക്കുമ്പോ ആ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ എന്തിനാ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത്? ഇതെവിടുന്നാ കിട്ടിയത്? നമ്മളൊക്കെ പഴയ കാലത്ത് നമ്മുടെ ഉപ്പമാരുടെ ഫോട്ടോകളൊന്നും എടുത്ത് നോക്കുക. 2 കൈയും മുട്ടുംകാലിൽ വെച്ച് വളരെ അച്ചടക്കത്തോടു കൂടി ഇരിക്കുന്ന നല്ല ഫോട്ടോകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇന്ന് അത് വല്ലാത്ത അലങ്കോലമാകുന്നുണ്ട്. ശരിയില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കൾച്ചറുണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു സാംസ്കാരിക ഭദ്രതയുണ്ട്. അത് നമ്മളായിട്ട് നശിപ്പിക്കരുത്. നമ്മളതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശമായ അവസ്ഥയിലേക്ക് തള്ളിവിടരുത്. ഈ ആഘോഷങ്ങളിൽ പരസ്പരം കുടുംബങ്ങൾ കൂടി ഫോട്ടോ എടുക്കാം, വിരോധിച്ചിട്ടില്ല. അതിന്റെ ആധിക്യം അത്ര വേണ്ട. നമുക്ക് ഓർമ്മിക്കാൻ, അടുത്ത തലമുറ കാണിച്ചു കൊടുക്കാൻ അതൊക്കെ ഉണ്ടായിക്കോട്ടെ. നമ്മൾ പരിപൂർണമായിട്ട് അതിനെ കുടുസാക്കുന്നില്ല. ആവശ്യങ്ങൾ നടക്കട്ടെ, എന്നാൽ അതിന് വിട്ടുകൊണ്ടുള്ള അത് വേണ്ട. എന്റെ ചെറുപ്പക്കാരായ യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ബൈക്കുമായിട്ട് പുറത്തു പോകുമ്പോൾ പെരുന്നാൾ ആണല്ലോ എന്ന് വിചാരിച്ച് അതൊന്ന് സ്പീഡ് കൂട്ടണ്ട. എപ്പോഴും നമ്മളൊരു മിതമായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു തരത്തിലാണ് നമ്മൾ വാഹനത്തെ കൈകാര്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് എതിരിൽ വരുന്ന വാഹനങ്ങളെ പോലും നമ്മൾ നിയന്ത്രിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വാഹനം മാത്രം നമ്മൾ നിയന്ത്രിച്ചാൽ പോരാ, എതിർ വഴി വരുന്ന വാഹനത്തെ പോലും അവനെങ്ങനെയാണ് കടന്നു പോവുക എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ വാഹനങ്ങളുമായിട്ട് പോവാൻ. എന്താ കാരണം എന്നറിയോ? ഇന്ന് അധിക വാഹനങ്ങളും ഓടിക്കുന്ന ആളുകൾ അവർ സ്വബോധത്തിലല്ല. അവരുടെ ബോധത്തെ അവർ പണം കൊടുത്ത് നശിപ്പിച്ചിരിക്കുകയാണ്. അതേ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൂടെ എല്ലാ ബസ് സ്റ്റാൻഡുകളിൽ നിന്നും പുറപ്പെടുന്ന ബസ്സുകളിൽ 99% ബസ്സുകളും ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് ഓടിക്കുന്ന ഡ്രൈവർ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാനിത് കാണുന്ന കാഴ്ചയാണ്. അത് വെച്ച് വായിൽ വെച്ച് അമർത്തിയിട്ടാണ് ബസ്സുമായിട്ട് പുറത്തേക്ക് വരുന്നത്. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞുകൊണ്ട് വാഹനമെടുക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങളായ ഡ്രൈവർമാർ പോലും അമിതമായ ലഹരി ഉപയോഗിച്ച നമ്മുടെ ഈ റോഡുകളിലൂടെ വാഹനം ഓടിക്കുന്നത്. ഇതിവിടുത്തെ നിയമ ഉദ്യോഗസ്ഥന്മാർക്ക്, നിയമപാലകർക്ക് അറിയാഞ്ഞിട്ടല്ല. എത്രയാ ഇതൊക്കെ പിടിച്ചു നിർത്തുക? അങ്ങനത്തെ ഡ്രൈവർമാരെ മുഴുവനും കസ്റ്റഡിയിൽ എടുത്താൽ ഇവിടുത്തെ ഗതാഗതം തന്നെ സ്തംഭിച്ചു പോകും. അതാണ് അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പെരുന്നാൾ ആഘോഷത്തിന് പുറത്തേക്ക് പോകുമ്പോ നമ്മുടെ വാഹനത്തിന് നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ആ വേഗതയെ ആവശ്യമുള്ളൂ. അനാവശ്യ വേഗത നമുക്ക് എന്തിനാണ്? അതുകൊണ്ട് നമുക്ക് പ്രത്യേക ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഈ പെരുന്നാൾ ദിവസം നമുക്ക് വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും ആക്കാതിരിക്കാൻ നമ്മൾ പരമാവധി നമ്മൾ വിനയാന്വിതരാവണം. നമ്മുടെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. വരുന്ന ദിവസങ്ങള് ശവ്വാൽ മാസമാണ്. ഇന്ന് ശവ്വാൽ 1 മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശവ്വാൽ സിത്ത മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് നിങ്ങൾ 6 നോമ്പിനെ സ്വീകരിക്കണം. അത് തുടർച്ചയായിട്ട് എടുക്കാം. അല്ല, ഈ മാസം തീരുന്നതിന് മുമ്പായിട്ട് 6 നോമ്പ് എടുക്കാം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കത് നഷ്ടപ്പെട്ടു പോകും. തുടർച്ചയായിട്ട് 6 നോമ്പ് എടുക്കുന്നതാണ് ഏറ്റവും നമുക്ക് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ കളയരുത്. നമ്മൾ ഈ റമദാനിൽ നമ്മൾ സ്വീകരിച്ചൊരു നിലപാടുണ്ട്.
നമുക്ക് ഓരോ ഫർള് നമസ്കാരത്തിനും അതിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ധാരാളം തഹിയ്യത്ത് നമസ്കാരം പള്ളിയിൽ കയറിയപ്പോൾ ലഭിച്ചിട്ടുണ്ട്. റമദാനിൽ നമ്മളൊന്ന് ആലോചിക്കണം, ഈ റമദാനിൽ നമുക്ക് എത്ര തഹിയ്യത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയും നമ്മൾ പള്ളിയിൽ കയറിയിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കുറച്ചു കളയരുത്, വിട്ടുകളയരുത്. നമ്മൾ ഈ റമദാനിന്റെ രാത്രിയിൽ 11 റക്അത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ നമസ്കരിച്ചവരാണ്. നിങ്ങൾ വരുന്ന ദിവസങ്ങളിലും ആ 11 നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആവശ്യത്തിന് അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് സമയം അത് നിങ്ങൾ കണക്കാക്കി ഫജ്റിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന ഈ ഒരു ഇപ്പത്തെ ഒരു ശീലത്തെ അത് മാറ്റണ്ട. അലാറത്തെ നമ്മൾ മാറ്റിവെക്കണ്ട. ആ അലാറത്തിന്റെ സമയം വേണമെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് രാത്രിയിലെ തഹജ്ജുദ് നമസ്കരിക്കാനുള്ള സമയത്തെ ശരിയാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോവേണ്ടത്. എന്തിനാണ്? നമുക്ക് റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് ആവലാദികൾ പറയാനുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് നമ്മുടെ രാജ്യത്തെ നന്നായിട്ട് ബാധിക്കും. അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ മുഴുവനും നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു പോരേണ്ടി വന്നാൽ അത് ഈ രാജ്യത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നമുക്കതറിയാം. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിതി അതിന്റെ ഒരു ഭാഗം നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങളാണ്. അള്ളാഹു അങ്ങനെയാണ് അതിന്റെ സബബാക്കിയിട്ടുണ്ടാവുക. അതായിരിക്കും അങ്ങനെ, അത് റബ്ബിന്റെ തീരുമാനമാണ്. ആ തീരുമാനം അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും പ്രയാസകരമാവാത്ത തരത്തിൽ ആ പ്രശ്നങ്ങളെ നീ പരിഹരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ്. അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാനിൽ അതിന്റെ അവസാനം കുറിച്ച് നമ്മൾ ഇന്ന് ഈദ്ഗാഹിലേക്ക് വന്നപ്പോൾ അത് പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹോദര്യത്തിന്റെയും ഒക്കെ സന്ദേശമാണ് നമ്മൾ ഇനി നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ ബഹുസ്വരതയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ, ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികളായിട്ടുള്ളവർ, അവരോട് നമ്മുടെ ആ സ്നേഹാന്വേഷണങ്ങൾ, അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം, സഹായ സഹകരണങ്ങൾ അത് നമ്മൾ കൂടുതൽ സജീവമാക്കണം. അവർക്ക് ആവശ്യമാകുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഏത് ഹിദ്മത്തിലും നമ്മളും അവരോടൊപ്പം ഉണ്ടാകും, അവർ നമ്മളോടൊപ്പവും ഉണ്ടാകണമെന്ന ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദം അത് ഈ പെരുന്നാളിന്റെ സന്ദേശം കൂടിയാണ്. സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനാവശ്യമായിട്ടുള്ള യാതൊരു തരത്തിലുമുള്ള അപകടകരമായിട്ടുള്ള തരത്തിൽ നമ്മുടെ സംസാരങ്ങൾ ഉണ്ടായിക്കൂടാ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൂടാ. ആ തരത്തിലുള്ള കൂട്ടായ്മകളിൽ നമ്മൾ ഒരിക്കലും ഉണ്ടായിക്കൂടാ. രാഷ്ട്രീയത്തിന്റെ നിലപാടിൽ തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യമാണ്. അടുത്ത ദിവസങ്ങളിലേക്ക് അതിന്റെ പ്രചരണങ്ങളും പ്രചണ്ഡമായി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ മറ്റു സ്ഥാനാർത്ഥികളായിരിക്കാം, പക്ഷേ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ, അവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഈബത്തും നമീമത്തും ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കിതാബുകളിൽ ആവശ്യമില്ലാതെ അവർക്കെതിരെ നമ്മൾ സംസാരിക്കുന്നത് നാളെ നമ്മുടെ ഖബറിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിലപാട് കൃത്യമായിരിക്കണം. നമുക്കൊക്കെയും രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാവും, അത് കുറ്റകരമല്ല, ആവശ്യമാണ്. നമുക്ക് രാഷ്ട്രീയം വേണം. രാഷ്ട്രീയം എന്നത് നമ്മുടെ ചിന്തകളിൽ ഒരിക്കലുമില്ല. അത് ഈ രാജ്യത്തിന്റെ സ്വസ്ഥിതിയെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് വേണം. പക്ഷേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചീത്തപ്പേരുകൾ വിളിച്ച് അവരെ മറ്റേതെങ്കിലും തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ അതൊന്നും നമ്മുടെ ശൈലിയല്ല, നമ്മൾക്ക് അത് ഒരിക്കലും ഗുണകരവുമല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു അനുഗ്രഹം അള്ളാഹുവേ ഞങ്ങൾക്കത് നീ നിലനിർത്തി തരണമേ. അള്ളാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ അള്ളാഹുവേ ഞങ്ങളെ നീ പിടികൂടല്ലേ അള്ളാഹുവേ കഴിഞ്ഞ കാലങ്ങളിൽ മുൻഗാമികളായ ആളുകൾ അതിക്രമകാരികളായപ്പോൾ അവരെ നീ ഒന്നടങ്കം ഈ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ ആ തരത്തിലുള്ള ഒരു പരീക്ഷണത്തെ ഞങ്ങളുടെ മേൽ നീ നൽകല്ലേ ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനും നിന്നിലേക്ക് തൗബയുമായി തിരിച്ചു വരുമ്പോ അത് സ്വീകരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ചേർക്കണമേ. അള്ളാഹുവെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സ്വീകരിച്ച നോമ്പും ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ ദുആകളും ഞങ്ങളുടെ ദാനധർമ്മങ്ങളും ഞങ്ങളുടെ സക്കാത്തും അള്ളാഹുവെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് നാളെ മഹ്ശറയിൽ ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമാകുന്ന സ്വലിഹായ കർമ്മമായി നീ സ്വീകരിക്കണേ അള്ളാഹുവെ രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലാ. അള്ളാഹുവെ അവർക്ക് നൽകുന്ന ചികിത്സ അവരുടെ പരിപൂർണ രോഗശമനത്തിന് നീ എളുപ്പമാക്കി കൊടുക്കണേ ശരീരങ്ങളിൽ നിന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും മാറി കൂടുതൽ ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി അള്ളാഹുവെ നിന്റെ മാർഗത്തിലേക്ക് നടന്നെടുക്കുവാൻ അവരെ നീ സഹായിക്കണേ
അല്ലാഹുവേ, ഞങ്ങളെ കൈപിടിച്ചുണർത്തി നമസ്കാരത്തിനും നോമ്പിനും ഈദ്ഗാഹിലേക്ക് വരുമ്പോഴുമൊക്കെ ഞങ്ങളെ കൈപിടിച്ച് ഈദ്ഗാഹിലേക്കൊക്കെ വന്നിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ മാതാക്കന്മാർ നിന്റെ ബർസഖിയായ ലോകത്തെത്തിയവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനത്തിന്റെ ഗേഹമാക്കി കൊടുക്കണേ അല്ലാ. നാളെ മഹ്ശറിൽ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.